ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ്. ഞങ്ങളെ വിട്ടു പോകുന്നൊന്നുമല്ല, ജോലിയായി. അപ്പോൾ നമ്മുടെ കോളേജ് കഴിഞ്ഞു, അങ്ങനെ എല്ലാവരും അവരുടെ വഴിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരാൾ കൊച്ചിയിൽ, ഒരാൾക്ക് ബാംഗ്ലൂർ. അപ്പോൾ ബാംഗ്ലൂർ പോണ ആൾ നാളെ പോണേ. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും, അങ്ങനെ വലിയതൊന്നുമല്ല, ഒരു കുഞ്ഞി എന്തെങ്കിലും ഒരു ചെറിയ ഫെയർവെൽ കൊടുക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഞാനും എൻ്റെ ഫ്രണ്ട്സും. അപ്പോൾ ഇന്ന് ആ ഡേ ആണ്. സോ വെൽക്കം ടു മൈ വ്ളോഗ്. ഹായ്, അങ്ങനെ അങ്കമാലി എത്തി. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അവൾ വന്നിട്ട് വേണം ഒന്ന് രണ്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ. അപ്പം ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ കടയിലാണ്. ഓണർ ഇപ്പം എത്തുന്നതായിരിക്കും. ഞാൻ നമ്മുടെ കടയിലെ ഓണർ ജോൺസൺ എം ജെ. നിങ്ങൾക്ക് എന്തെങ്കിലും സ്വർണ്ണോ അല്ലെങ്കിൽ കമ്മലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് ഡു കം ഹിയർ. കടയുടെ പേര് പറ. ഐശ്വര്യ ജ്വല്ലേഴ്സ്, ലൊക്കേഷൻ അങ്കമാലി. അങ്കമാലി ബിഗിനിങ് MC റോഡ്. ഓക്കെ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ എൻ്റെ ഫ്രണ്ട് എത്തി. ഞാനൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യിപ്പിച്ചു, എന്നാലും സാരില്ല, അവൾക്ക് ഡിസ്റ്റൻസ് കൂടിയായിരുന്നോണ്ട് ഞാൻ ക്ഷമിച്ചേക്കും. ബ്ലോക്ക് എൻ്റെ അച്ഛൻ്റെ ഓക്കെ. അപ്പം ഞങ്ങൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഒരു കടയിൽ പോയി ഒരു ചെറിയ ക്യൂട്ട് ടോപ്പ് എടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കണം. അപ്പം ഞങ്ങൾ ഒരു ടോപ്പ് എടുക്കാൻ ക്യൂട്ട് സാധനം കാണിച്ചു. ഞങ്ങൾ വേറെ സ്ഥലത്തൊന്നും പോകാൻ ടൈമില്ല. അപ്പം ഞങ്ങൾ അങ്കമാലി പോയിട്ട് അടുത്തെടുക്കാൻ പോകണം. ഓക്കെ. സോ നല്ല എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വിളിക്കാം. നല്ലതാണോ? ഞങ്ങളുടെ ഒരു കടകളെ കിട്ടിയില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച ടോപ്പ് അവിടെ ഇല്ല. മനസ്സിൽ കണ്ട സത്യേൻ്റെ ഡ്രസ്സ് അവിടെ ഇല്ല. അപ്പം ഞങ്ങൾ ഇന്ന് പതിവില്ലാണ്ട് ഞങ്ങൾക്ക് നല്ല വെയിൽ കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല മഴ. ആക്ച്വലി വെയിലിപ്പോൾ ഭേദം. മഴയാണെങ്കിൽ ഇപ്പോൾ റെയിൻകോട്ട് ഇട്ട് പോകേണ്ട അവസ്ഥയായേനെ. ഇനി ഒരു കട കണ്ടുപിടിക്കണം ഞങ്ങൾക്ക്. ഞങ്ങളുടെ പോയ ഡയറക്ഷൻ തെറ്റിപ്പോയി. അത് ഇവളാണ് ആക്ച്വലി എന്നെ കൊണ്ടുപോകണം. ഞാൻ ഇവളെ പിന്നാലെ പോണേ, എന്നിട്ട് ഇവള് വഴി തെറ്റിച്ചു. വ്ളോഗിൽ കുറച്ച് കോൺസെൻട്രേറ്റ് നോക്കട്ടെ. ഈ കുട്ടി ഫുൾ തെറ്റിക്കണം, അല്ലെങ്കിൽ തന്നെ ലേറ്റ് ആയിട്ട് വന്നിട്ട് പോലെ അവള് എന്നെ ഇട്ട് ഓടിച്ചോണ്ടിരിക്കുക. ഇതിനൊന്ന് ഉറപ്പിക്കുക. ഞങ്ങൾ വേറൊരു കടയിലെത്തി. നമുക്ക് ഇവിടെ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. കിട്ടിയോ എന്തോ? ഞങ്ങളിത് ട്രൈ ചെയ്തു. പിങ്ക് മതി. ഒന്നും നോക്കി നീ ട്രൈ ചെയ്ത് നോക്കാം, അപ്പം നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഞങ്ങൾ മേടിച്ചു ഒരു ടോപ്പ് കിട്ടി. ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു കുഞ്ഞു കേക്ക്. അപ്പോൾ അത് മേടിക്കാനായിട്ട് ഞങ്ങൾ കേക്ക് കട്ടിലോട്ട് പോവുകയാണ്. ഒരാൾ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് വന്നു. ഞങ്ങളപ്പോൾ കേക്ക് കട്ടി കയറി. 2 ബ്രൗണീസ് പറഞ്ഞിട്ട് അതിൽ റൈറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് സത്യ. ഡയറ്റില്ല, അതാണ് നമ്മൾ ലഘൂകരിക്കണേ അല്ലേ? ഹായ്, അതല്ലേ? ഓക്കെ ചേട്ടാ, ഹെൽമെറ്റ് ആണോ നിൻ്റെ സ്ഥിരം ഇത്? ഞങ്ങൾ ചാട്ട് കഴിക്കാൻ വന്നേക്കാം. ചാട്ട് കുറച്ച് ഹെഡ് വെയിറ്റുള്ള കൂട്ടത്തിലാണ്. ആൻഡ് ഷീസ് നോട്ട് എ പാനിപ്പൂരി പേഴ്സൺ. അപ്പോൾ പാനിപ്പൂരി പോസ്റ്റ് വെച്ചിട്ട് സമൂസ ചാട്ട് മേടിക്കും. ഹായ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സമൂസ ചാട്ട് കിട്ടി. സമൂസ ചാട്ട് യമ്മി യമ്മി യമ്മി. നല്ല ടേസ്റ്റ്. ഇല്ല ഹാനകൃഷ്ണ കളികള് അമ്പടി കൊണ്ട് പകുതിയൊക്കെ. ഞാനിതിൻ്റെ ഫാനല്ല കഴിച്ചു. എനിക്കെന്തോ മധുരവും എരിവും ഒന്നും പറ്റൂല. ജസ്റ്റ് നീഡ് എരിവ്. ആ മുളക്, ആ സവാള, ആ ക്രിസ്പിനെസ്. ഓ മൈ ഗോഡ്, അടിപൊളി. ഇവിടെ ചാറ്റ് പേഴ്സൺ അല്ല, പക്ഷെ ആം എ ചാറ്റ് പേഴ്സൺ. എനിക്ക് എരിവായിട്ടിരിക്കണം, പുളിയായിട്ടിരിക്കണം, മധുരമായിട്ടിരിക്കണം. ഒക്കെ കൂടി മിക്സ് ചെയ്താൽ പിടിക്കൂല. സമ്മതിക്കണം. ഇത്ര പൊരി എന്ത് വെയില. ഇന്നലെ എഴുന്നെങ്കിണ്ടല്ലോ ഞങ്ങൾ നനഞ്ഞു കുതിർന്നേനെ. എന്തോ ഒരു ഭാഗ്യത്തിന്. ആക്ച്വലി ഭാഗ്യല്ലേ മഴയില്ലാത്തത്. അങ്ങനെ നമ്മൾ റെയിൻകോട്ട് ഇട്ട് നടക്കേണ്ടി വന്നേനെ. എനിക്ക് അതാ ഇഷ്ടം. അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് ഒന്നും കാണില്ലായിരുന്നു. ഇംപ്രോംപ്റ്റു ഫിറ്റ് ചെക്ക്.
ബൈക്കിലൊന്നും ഇരിക്കുമ്പോൾ അങ്ങനെ വ്ലോഗ് എടുക്കാൻ പാടില്ല. ഞങ്ങൾ അടുത്ത ഫ്രണ്ടിനെ കളക്ട് ചെയ്യാനായിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കളക്ട് ചെയ്യാനായിട്ട് ഞങ്ങളാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഗ്രൂപ്പില് എന്താണ് ബാംഗ്ലൂർ വരുന്ന ഇത്ര ഹൈപ്പ്. പക്ഷെ നിങ്ങൾക്കറിയോ ഞങ്ങളുടെ വീട് ആകെ 10 മിനിറ്റ് ഇന്റർവെൽ വെച്ചിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഹാങ് ഔട്ട് ചെയ്ത് എന്താ പറയാ, ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഡിസ്റ്റൻസ് ആണ് അല്ലേ? എന്താ പറഞ്ഞേ? നമുക്ക് ബാംഗ്ലൂരിന് ഡിസ്റ്റൻസ് ആണ്. അതെ, മൈനർ ഇൻകൺവീനിയൻസ് വരുമ്പോൾ നമ്മൾ ഒത്തുകൂടുന്ന വീടാണ് സത്യ. ഈ സത്യ പോയി ഞങ്ങൾ ഇനി എവിടെ പോവും? അതാണ് ആര് എവിടെ നിന്ന് തിന്നും? ഗൃഹനാഥ ഓഫ് ദി ഹൗസ്. കുടിക്കാൻ ഇച്ചിരി വെള്ളം ചോദിച്ചതാ. എനിക്ക് വേണ്ടിട്ട് പകർത്തിയ വെള്ളം. കണ്ടിന്യൂ. ഓക്കെ, അപ്പൊ ഞങ്ങൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് കുറച്ച് സത്യഭാമനെ കുറിച്ച് പറയണം. എല്ലാം പ്രൊസീഡിങ്സിലോട്ട് പോകാൻ. ഓക്കെ, ഇന്ന് സത്യന്റെ ഡേ ആണ്. സോ സത്യന്റെ ഡേ ആണ്. അപ്പൊ നമ്മൾ സത്യനെ കുറച്ച് പൊക്കി അടിക്കാൻ പോവാണ്. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ സെന്റൻസ്, നമ്മൾ എന്തെങ്കിലും മൈനർ ഇൻകൺവീനിയൻസ് വരാണെങ്കിൽ നമ്മൾ ഒത്തുകൂടുന്ന വീടാണ്. തല്ലുണ്ടാക്കുമ്പോൾ റെസൊല്യൂഷൻ പോയിന്റ് ആണ്, അവിടെയാണ് തല്ല് കൂടുന്നതും അവിടെ, തല്ല് റിസോൾവ് ചെയ്യുന്നതും അവിടെ. അവിടെ നോക്കാനും പറയാൻ ആരുമില്ല. അയ്യോ, ഇത് കട്ട് അവിടെ എല്ലാരും ഉണ്ട്. പക്ഷെ ഞങ്ങൾ എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് അത് ഒപ്പിക്കും. എല്ലാരും ഉണ്ട്. പിന്നെ നമ്മള് വായ വേണ്ട, കട്ട്. ഞാനും ഉണ്ട് കേട്ടോ. ഇനി അടുത്ത ഓക്കെ. സത്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സാം വന്ന സത്യ, എക്സാം ഇല്ലെങ്കിൽ സത്യ, പ്രശ്നം വന്ന സത്യ, പ്രശ്നം ഇല്ലെങ്കിൽ സത്യ. അങ്ങനെ സത്യയുടെ വീട്, സത്യയുടെ റൂം, സത്യയുടെ റൂം എന്റെ റൂം, സത്യയുടെ അച്ഛമ്മ എന്റെ അച്ഛമ്മ, സത്യയുടെ അച്ഛൻ എന്റെ അച്ഛൻ. ഓക്കെ, അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ സത്യയുടെ. സത്യ ഇപ്പൊ വീട്ടിൽ ചെല്ലാണെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ എടുക്കുമ്പോൾ പക്ഷെ നക്കി തിന്നോണ്ടിരുന്ന എന്റെ ആ കാലഘട്ടം ഞാനിപ്പോ ഒന്ന് ഓർത്തു പോകുന്നു. സത്യ ഒരു പാക്കറ്റ് ഉണ്ട്. അപ്പൊ വീണ സോറി വേണ്ട സത്യ വേണ്ട. അങ്ങനെയല്ല, അവളൊന്നും എന്തെങ്കിലും തന്നാ അതിന് 100 വാക്കിയിട്ട് പറഞ്ഞിട്ട് അവള് തരുള്ളൂ. 100 ആൾക്കാരോട് പറയും. സത്യം അങ്ങനെയല്ല, സത്യം ശിവം. അപ്പം ഞങ്ങളിപ്പോ എല്ലാം പ്രിപ്പയർ ആയി കഴിഞ്ഞു. ഞങ്ങൾ ഇനി അടുത്ത സത്യയുടെ വീട്ടിലോട്ടാണ് പോണേ. അപ്പൊ ഞങ്ങളുടെ എല്ലാ അറേഞ്ച്മെന്റ് ഒന്നും പറയാനൊന്നുമില്ല. വാങ്ങിച്ച സാധനമൊക്കെ ആയിട്ട് പോണു അല്ലേ. ഇമോഷണൽ ആവുന്ന ക്ലിപ്പിങ്സ് നാളെ ആയിരിക്കും വരുന്നത്. ഈ വ്ളോഗ് ഇന്നത്തെ ദിവസം കൂടി അല്ല, നാളെയും കൂടി ഉണ്ട്. അതുകൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഇടാൻ പോണേ. കാരണം നാളെയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞ സത്യ പോകുന്നത്. അവളെ കൊണ്ടുവന്നാക്കി ബൈ പറയുന്നത് നാളെയായിരിക്കും. അപ്പൊ നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഇടാൻ പോകുന്നത്. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് സത്യ എടുത്ത് പോവാം. ബൈ ഗൈസ്. അപ്പൊ അങ്ങനെ ഞങ്ങള് സത്യഭാമയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കാനും തീരുമാനിച്ചു. അതെ, ഞങ്ങൾക്ക് ഇനി വേറെ എവിടെയും പോകാനുള്ള കെൽപ്പില്ല. ഒന്നുമില്ല കേട്ടോ, പിന്നെ പറഞ്ഞുതരാം. എന്താ പ്രശ്നമൊന്നുമില്ലെങ്കിലും ഹനാൻഷായിട്ട് ഒരു ആത്മീയ ബന്ധം ഉണ്ടെങ്കിൽ പ്ലീസ്. അത് ജിമ്മിയാണ്. നമുക്കൊരു കുഞ്ഞു പീസായുള്ള വായിൽ വെച്ചെടുക്കാം അല്ലേ ഗൈസ്? സോറി. സത്യ ഇനി ബാംഗ്ലൂർ ചെന്ന് വിലസുന്നതായിരിക്കും. അടുത്തത് എനിക്ക് നല്ല ടേസ്റ്റ്. ഞങ്ങളൊക്കെ ഷുഗർ ഡയറ്റിലായിരുന്നു. അതാണ് നല്ല ടേസ്റ്റ്. പോയി സോറി, ഞാനും ബിനസും മാത്രം. ഞാനാണ് സത്യക്ക് വാങ്ങിച്ച പ്രസന്റ് കൊടുക്കാനാണ്. മറ്റേ മെസ്സി കപ്പ് നോക്കണ മാതിരി കവർ കാണിക്കണ്ട, നമുക്ക് അപ്പൊ നമുക്ക് എന്താ പറയാം, ഷാൻഡ്രോസ് ഇല്ലാത്ത മുഹൂർത്തത്തിൽ ഷാനറ്റിന്റെ വ്ലോഗ് ആണെങ്കിലും
അത് ഹിറ്റായി പോകുന്നത് തന്നെ ഞങ്ങൾ കാരണമാണ്. പിന്നെ നമ്മൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കാറില്ല നമ്മളൊരു ഫ്രണ്ടാണ്. ഇനിയിപ്പോ എന്തായാലും ഞാനൊരു വ്ലോഗ് തുടങ്ങി അവൾക്കൊരു കോമ്പറ്റീറ്റർ വേറെന്താ പറയാനുള്ളതെന്ന് വെച്ചാല് അതെ സത്യ ഈസ് കമ്മിങ്. സത്യ നോക്കട്ടെ ഇതെങ്ങനെ എന്തൊക്കെയോ ഒരു എന്തൊക്കെയോ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നല്ല രസമുണ്ട്. നന്നായിട്ടുണ്ട്. നല്ല രസമില്ലേ? ബിക്കോസ് എന്താ പറയാ ഗേൾസ് സത്യം പറയട്ടെ, സത്യം ഞാൻ പറഞ്ഞ കാര്യം അങ്ങനത്തെ പറയില്ലേ ഗേൾസിന്റെ എന്തോ ട്രീറ്റ്മെന്റിലല്ലോ തെറാപ്പി. ഗേൾസ് തെറാപ്പിയാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് മിക്കവാറും അത് വരേക്കും കരയണമെന്നാണ് മുഖമൊക്കെ വീർത്തിരിക്കുന്നു. കഴിഞ്ഞായിരുന്നു ഞങ്ങളൊക്കെ പോണേന്റെ ഏറ്റവും മിസ് ചെയ്തത് അങ്ങനെയാ. ഇത്രയും 4 വർഷമായിട്ട് എല്ലാവരും കൂടെ നടന്ന് പെട്ടെന്ന് അവിടെ ചെല്ലുമ്പോ ആരും അറിയുന്നവരില്ല, എന്നാൽ അത്രയും ക്ലോസ് ആയിട്ട് ഇല്ല. എനിക്ക് അറിഞ്ഞൂടാ, എനിക്കത് പെട്ടെന്ന് ഞാൻ വേറെ ആരാ പോയെങ്കിലും ഞാൻ ഒന്ന് കരഞ്ഞ് സമാധാനിച്ചത്. ഇപ്പൊ ഞാൻ തന്നെ പോണേലോ ദൈവമേന്നാലോചിക്കുമ്പോ ഒരു വിഷമം. എന്തായാലും ഞങ്ങളുടെ അത്ര ബെസ്റ്റ് ആൾക്കാരൊന്നും അതാ ഞാൻ പറയാം. നിങ്ങൾ വിചാരിക്കും ബാംഗ്ലൂരിൽ ഞാൻ എന്തിനാ എത്ര ഹൈപ്പ് കൊടുക്കണേ, ചിലർക്കൊക്കെ തൊട്ടടുത്ത് ഇങ്ങനെ പോയി വരണത്. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നം ഇതാണ്, ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഹാങ് ഔട്ട് ചെയ്ത് വീട്ടിലെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് 4 വർഷം വലിയ പൊട്ടലും ചീറ്റിലൊന്നും ഇല്ലാണ്ട് എങ്ങനെയോ ചെറിയ ചെറിയ പൊട്ടൽ ശരിയുണ്ട്. പക്ഷെ തട്ടിയിരിക്കുമല്ലോ. അയ്യോ എന്ത് രസമായിരുന്നു. ഞങ്ങൾ കോളേജിൽ ചേർന്ന് ഇന്നാള് ദിവസമാണ് പെട്ടെന്ന് അങ്ങോട്ട് കണ്ണ് ചെയ്യുന്ന എല്ലാം. പക്ഷെ എന്നാലും എനിക്കും കൂടെ കൊച്ചി കിട്ടിയ സന്തോഷാട്ടോ. അവർക്ക് ബാംഗ്ലൂർക്ക് വരാം. ആർക്കും ഉറപ്പില്ല. അല്ല അങ്ങനെയല്ല, കാണാനായാലും ട്രിപ്പ് എന്ന് പറഞ്ഞ രീതിയിൽ വരാം. അത് ഞങ്ങൾ വരും. പോയിന്റ് ഓഫ് ലൈഫ് മറ്റു നമ്മളെല്ലാവരും പല പല വഴികളിൽ പോയിന്റ് ഓഫ് ലൈഫ് എത്തിയിരിക്കുകയാണ്. ഇനി അടുത്ത പോയിന്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ വീരസിന്റെയും സത്യ ബോയ് ഫ്രണ്ട്സ് ആൻഡ് ഗേൾ ഫ്രണ്ട്സ് വിൽ കം ആൻഡ് ഗോ ബട്ട് ദിസ് നിങ്ങൾ ഈ ഡയലോഗ് എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടെങ്കിൽ അതെന്റെ ഞാൻ പറയാതാരാ പറഞ്ഞെന്ന്. സോ എന്നൊക്കെ അറിയാം വൃത്തിയായിട്ടുള്ള ഞങ്ങളുടേതായ കാര്യങ്ങൾ സംസാരിക്കാൻ പോവുകയാണ്. അത് നിങ്ങൾ കേൾക്കണ്ട. ഗായ്സ് ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. സത്യഭാമനെ പറഞ്ഞയക്കാനല്ല വായി കൊടുക്കാൻ. ആൻഡ് ഹിയർ ഇസ് ഷീ. അറിയണ്ട, ഞാൻ വരാം, നാളെ തന്നെ വരും ബാംഗ്ലൂര്. ഞാൻ നീ ബാംഗ്ലൂർ ഉണ്ടോന്നത് ഞാനത് വിചാരിച്ചു. ആകാശത്തിൽ ആൻഡി മറ്റു അങ്ങനെ ഞങ്ങൾ സത്യഭാമയുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കിലുണ്ട്. ഇവിടെ കൂടെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഐവി ഓർമ്മ. അതൊന്നും കോഴിക്കോട് ട്രിപ്പാണോ അത് രണ്ടും ഓർക്കണ്ട. എന്തൊക്കെയോ ഞങ്ങൾ അയവിറക്കുന്നു. അങ്ങനെ ലൈഫിൻ്റെ ഒരു വേറെ ഭാഗം എത്തിയിരുന്നു. അയ്യോ സ്റ്റെപ്പ്, ഇതാ സ്റ്റെപ്പ്. അവിടുന്ന് കയറാൻ പറ്റില്ല. ഇല്ല. ഓ അപ്പൊ പിന്നെയും വഴി തെറ്റിയിരിക്കുന്നു ഗൈസ്. ഓക്കെ നേരെ എടുക്കും. എനിക്ക് ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കാനൊട്ടും പറ്റണില്ല. ഞാൻ എന്തിനാ റൈറ്റ് ഹാൻഡ്. ഇവിടെ റൈറ്റ്. ഞങ്ങളുടെ ടോപ്പ് ഇട്ട് സത്യഭാമ ആകപ്പാടെ സ്വന്തമായിരിക്കും. കറക്റ്റ് സമയത്ത് ട്രെയിൻ പോയി തീർന്നു. ഞാനൊരു എഫക്റ്റിന്. സോ അങ്ങനെ ഞങ്ങളുടെ സമയം എത്തിയിരിക്കുന്നു. സത്യഭാമ ബായ്, ഒഫീഷ്യലി ബായ്. ബൈ ഇല്ല, ഞാൻ വരും. എന്താ ബാംഗ്ലൂർ അത്ര വലിയ ഡിസ്റ്റൻസ് ഉള്ള സ്ഥലമല്ല അല്ലേ ഗൈസ്? നിങ്ങൾ തന്നെ പറ, ബാംഗ്ലൂർ തൊട്ടടുത്ത്. കരയും ഗൈസ്. കരഞ്ഞു.
ഇത് മീൻസ് കുറച്ച് ഇത്രയുള്ളൂ അടുത്ത വീഡിയോ ഞാൻ മാത്രം ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണുള്ള യുനോ അവളെ വീട്ടിൽ പോയി നിൽക്കാതെ ഇല്ല നെവർ. പറ, എന്താ പറയണ്ടേ? ഇനി ഏതാനും നിമിഷത്തിനുള്ളിൽ പോവും. അതെ, ട്രെയിൻ വരാറായി. കൊറേ ഫ്രണ്ട്സ് വരെ ഇത് കേക്ക്. ഞങ്ങള് എന്താ പറയാ, ലാസ്റ്റ് ഇയർ ഐവിക്ക് വേണ്ടി എല്ലാവരും ട്രിപ്പ് പോവാൻ വേണ്ടി ഇവിടെ വന്നു. അത് ഈ സ്റ്റേഷനിൽ ആല സ്റ്റേഷനാണ്, പക്ഷെ എന്നാലും സ്റ്റേഷനെല്ലാം ഒരുപാടാണല്ലോ ഇരിക്കണേ. എന്നിട്ട് കണ്ണടിച്ച് ചിമ്മിപ്പിക്കും ഒരാള് ജോലി എടുത്ത് ബാംഗ്ലൂർ അതേ എല്ലാവരും നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ എല്ലാവരുടെയും ഫേസ് ഓഫ് ലൈഫിൽ വരുന്നതാണ്. സ്ട്രഗിൾസ് ഉണ്ടാകും, ജോലിക്ക് വേണ്ടി പോവേണ്ടി വരും, ബട്ട് ദാറ്റ്സ് ഓൾ എ പാർട്ട് ഓഫ് ലൈഫ്. ഇപ്പൊ അവർക്ക് സുഖമായി. ബാംഗ്ലൂർക്ക് ഇവിടെ പോയി, എങ്ങോട്ട് പോയി, പുതിയ ഫ്രണ്ട്സ് കിട്ടി. കുറെ ഫ്രണ്ട്സ് ബാംഗ്ലൂർ അടിപൊളിയാടി, നീ ഇങ്ങോട്ട് വാടി, നമുക്ക് കാണാം, കറങ്ങാൻ പോവാം, ഇങ്ങനെയൊക്കെ ആയിരിക്കും അടുത്ത ടോക്സ് ഞാൻ വിശ്വസിച്ചു. ഞങ്ങളുടെ ഒരാൾക്ക് പനിയുണ്ടാക്കാ വരാത്തെ. പക്ഷെ അവള് വീട്ടിലോട്ട് വന്നു, അവിടുത്തെ ഒരു കരച്ചിൽ കഴിഞ്ഞിട്ടാണ് പോയത്. നിങ്ങൾ വിചാരിക്കുമേ ഒരാൾ എന്ത് ചെയ്യുന്നു വിചാരിക്കല്. അവിടെ എന്ത് നല്ലൊരു ഈവനിങ് ആണെന്ന് നോക്ക്, നല്ല ക്ലൈമറ്റ്. തൊട്ടടുത്ത് ഓസ്ട്രേലിയ ജർമ്മനിയ എനിക്ക് എന്ത് വിഷമിക്കാം. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ ഓസ്ട്രേലിയ ജർമ്മനി നിങ്ങൾക്കൊക്കെ ഒരു ട്രെയിൻ പിടിച്ച് പോവാം. കരയണു. അമ്മേനെ എനിക്ക് പേടിയുള്ളു, വേറെ ആരും പേടിയില്ല. അച്ഛൻ പിന്നെ ഓക്കെയാ, അമ്മ കരഞ്ഞു കഴിഞ്ഞ് സത്യഭാമയുടെ ട്രെയിൻ എത്തി പോവുകയാണ്. We are bidding farewell. ബൈ ബൈ. ഞാനും കൂടെ പോവാ. ഞാൻ ബാംഗ്ലൂർ പോയി കറങ്ങി പോരാം guys. ബൈ 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 ബൈ. പോക്കാം. അങ്ങനെ പോയി. ഞങ്ങള് തിരിച്ച് വീട്ടിൽ പോകുന്നു. ഞാൻ ഞങ്ങളുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് സത്യ. എന്താ പറയാ, ഇത് എല്ലാവരുടെയും എല്ലാവർക്കും റിലേറ്റബിൾ ആണ് അല്ലേ പറയാൻ ഭയങ്കര സങ്കടമാണ്. എന്ന് വെച്ചാൽ 4 പേര്